മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കരുണയുടെ അച്ഛനാണെങ്കിൽ ആത്മാവിൻ്റെ ശല്യം എന്ന് പറഞ്ഞ് പേടിച്ച് വരേണ്ടിയിരിക്കുവാണ്. അപ്പം കമലേശ്വരത്ത് ഇങ്ങനൊരു പൂജ നടക്കുന്നു. കണ്ണൻ്റെ അച്ഛൻ്റെ ആത്മാവിനെ തളയ്ക്കുമെന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ് മുത്തശ്ശിയും പ്രതാപനും ഇങ്ങനെ ദിവസം എണ്ണിയിരിക്കുന്നത്. എന്നാൽ പൂജ സക്സസ് ആയിട്ട് നടന്നില്ല. അതിനിടയ്ക്ക് മാർക്കോ വന്ന് അലങ്കോലമുണ്ടാക്കി പൂജ തടസ്സപ്പെടുത്തി എന്നുള്ള കാര്യം കരുണ വിളിച്ചറിയിക്കുമ്പം മുത്തശ്ശി പറയുന്നുണ്ട്, മോളെ എനിക്ക് സൂക്ഷിക്കണം. കാരണം പ്രതാപൻ അപ്പോഴേ പറയുന്നുണ്ടായിരുന്നു, അവനൊരു മനുഷ്യനൊന്നുമല്ല, അവൻ്റെ ദേഹത്ത് ആത്മാവ് കൂടിയിട്ടുണ്ട്. അന്ന് രാത്രി നിൻ്റെ അച്ഛൻ ഇറങ്ങിപ്പോയ സമയത്ത് ഈ മാർക്കോയെ കണ്ടിരുന്നു. മാർക്കോയോട് വീട്ടിലൊന്നും ആക്കാൻ പറഞ്ഞിട്ട് ആക്കിയില്ലെന്ന് മാത്രമല്ല, അവൻ്റെ ബൈക്കിൻ്റെ പിന്നാലെ കണ്ണൻ്റെ അച്ഛൻ്റെ ആത്മാവ് ഇരുന്ന് പോകുന്നത് കണ്ടു എന്നൊക്കെ ഉള്ള കാര്യം പറഞ്ഞപ്പോഴത്തേക്കും കരുണയെ ആകെ ഷോക്കാകുന്നു. അങ്ങനെ കോള് കട്ട് ചെയ്ത് ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്ന കരുണയോട് ദുർഗ ചോദിക്കുന്നു, മോളെന്താ വിഷമിച്ചിരിക്കുന്നത്? അല്ലമ്മ, ഇന്നിവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ മുത്തശ്ശിയെ വിളിച്ച് അറിയിക്കുമായിരുന്നു. അതായത് മാർക്കോ വന്ന് പ്രശ്നം ഉണ്ടാക്കിയ കാര്യങ്ങൾ. അപ്പം മുത്തശ്ശിയും പറയുന്നു, അവനൊരു മനുഷ്യനല്ല, അവൻ്റെ ദേഹത്ത് ആത്മാവും കണ്ട് കൂടിയിട്ടുണ്ടെന്ന്. അന്നേരം ദുർഗ പറയുന്നു, അവൻ്റെ ദേഹത്ത് ആത്മാവും പിശാചും ഒക്കെ കൂടിയ ഒരു ദുഷ്ടനാ, അല്ലെങ്കിൽ കറക്റ്റ് സമയത്ത് അവൻ ഇവിടെ എത്തിച്ചേരുമോ? എന്തായാലും അവൻ ഒരുത്തൻ കാരണം പൂജ അലങ്കോലമായി. ഈ പൂജയിലൂടെങ്കിലും വിശ്വേട്ടന് ആത്മശാന്തി കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചതാ. അത് അവൻ കാരണം തടസ്സപ്പെടുത്തി എന്ന് പറയുമ്പോൾ കരുണയാണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുന്നു. കാരണം അവളുടെ അച്ഛനെ അലട്ടുന്നതും വിശ്വേട്ടൻ്റെ ആത്മാവ് തന്നെയാണ്. അങ്ങനെയെങ്കിലും അതിനൊരു ശാന്തി വരുമെന്ന് പ്രതീക്ഷിച്ചിട്ട് ഒന്നും നടന്നില്ല. അതേസമയം കണ്ണനാണെങ്കിൽ ഫുഡ് കഴിക്കാൻ അങ്ങോട്ടേക്ക് വരുന്നു. അപ്പോൾ കണ്ണനും ദുർഗയാണെങ്കിൽ ഫുഡൊക്കെ വിളമ്പി കൊടുക്കുന്നു. മാത്രമല്ല കരുണ കറിയൊക്കെ ഒഴിച്ചു കൊടുക്കുന്നു. മുമ്പത്തെ കണക്കല്ല. മഹാലക്ഷ്മി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതിന് ശേഷം കണ്ണേട്ടൻ എന്ന് പറഞ്ഞാൽ ഉണ്ണിയേട്ടനേക്കായും കൂടുതൽ സ്നേഹമാണ് കരുണയ്ക്കും. അപ്പം കണ്ണൻ പറയുന്നു, എന്തായാലും ഇന്നത്തെ പൂജ ഇങ്ങനെ അലങ്കോലമാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. കറക്റ്റ് സമയത്ത് ആ മാർക്കോ എന്ന് പറയുന്നവൻ എങ്ങനെ ഇവിടെ എത്തിയെന്നാണ് ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നത്. അതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന ഉണ്ണിയാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നു, അത് മറ്റാരേക്കായും വ്യക്തമായിട്ട് അറിയുന്നത് ഇയാൾക്ക് തന്നെ. എന്നിട്ടും ഇയാളുടെ ഒരു ആക്ടിങ് കണ്ടില്ലേ, ഇതിൻ്റെ പിന്നിലെ സത്യം എന്താണെന്ന് ഞാൻ തന്നെ കണ്ടുപിടിച്ചിരിക്കുമെന്ന് മനസ്സിൽ വിചാരിച്ച് മേലേക്ക് കയറി പോകുന്നുണ്ട് ഉണ്ണി. ഇവിടെ ഇങ്ങനെ ഒരു പൂജ നടക്കുന്ന കാര്യം ആ മാർക്കോയോട് അവൾ തന്നെയായിരിക്കും പറഞ്ഞിട്ടുള്ളത്, ആ മഹാലക്ഷ്മി എന്ന് പറയുന്നവൾ. അപ്പം കണ്ണനാണെങ്കിൽ മനസ്സിൽ പുഞ്ചിരിക്കുന്നുണ്ട്, നിങ്ങൾ വിചാരിച്ചതുപോലെയൊന്നും കാര്യങ്ങൾ നടന്നില്ല. എൻ്റെ അച്ഛൻ്റെ ആത്മാവിനെ അങ്ങനെയൊന്നും തളയ്ക്കാൻ ഞാൻ അനുവദിക്കില്ല. കാരണം എൻ്റെ അച്ഛൻ എനിക്കും എന്നെ സ്നേഹിക്കുന്നവർക്കും യാതൊരു ദ്രോഹവും ചെയ്യുന്നില്ല. അച്ഛൻ്റെ ആത്മാവ് മറ്റാരെങ്കിലും ശല്യം ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ സ്വഭാവത്തിന് എന്തോ പന്തികേടുണ്ടെന്ന് തന്നെ അർത്ഥം. കരുണയുടെ അച്ഛനെ ശല്യം ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്നോടും മഹിയോടും അവർ ചെയ്യുന്ന ക്രൂരത കൊണ്ടായിരിക്കും എന്നാണ് ഇപ്പോഴും കണ്ണൻ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കണ്ണൻ്റെ അച്ഛൻ്റെ മരണത്തിന് കാരണക്കാരൻ, തനിക്ക് വീൽ ചെയറിൽ ഇങ്ങനെ ആകാൻ കാരണക്കാരനും പ്രതാപനാണെന്നുള്ളൊരു ചിന്തയെ വരുന്നില്ല. തങ്ങളെ ദ്രോഹിക്കുന്നതിൻ്റെ പ്രതികാരമായിരിക്കും അച്ഛൻ അവരോട് ചെയ്യുന്നേ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഈ സത്യം കാണാൻ കണ്ണൻ അറിഞ്ഞാലുണ്ടാവുന്ന ഭവിഷ്യത്ത് എന്തായിരിക്കും? എന്നാൽ അതേസമയം മാർക്കോ വന്നതും അതുപോലെ കണ്ണൻ രഹസ്യമായിട്ട് രാത്രി ആരെ വിളിക്കുന്നതും ലേറ്റായിട്ട് വരുന്നതും ഒക്കെ ഉണ്ണിക്ക് സംശയം തോന്നുന്നുണ്ട്. അന്നൊരിക്കൽ കണ്ണൻ ആരോട് സംസാരിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് ഡോറിൻ്റെ അടുത്ത് ചെന്ന് നിൽക്കുന്നെങ്കിലും വ്യക്തമായിട്ടൊന്നും കേൾക്കാൻ പറ്റിയില്ല. ഫോൺ സെർച്ച് ചെയ്ത് നോക്കിയാൽ എന്തെങ്കിലും അറിയാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് കണ്ണൻ താഴെ ഇരുന്ന് ഫുഡ് കഴിക്കുന്ന സമയം നോക്കി ഉണ്ണിയാണെങ്കിൽ റൂമിൽ കയറി ബെഡിൽ കണ്ണൻ വെച്ചിരുന്ന ഫോണാണെങ്കിൽ എടുത്ത് നോക്കുന്നുണ്ട്. അപ്പോൾ അതീ മഹിയുടെ പേരോട് ചേർന്നിട്ടുള്ളൊരു പേര് ഒരു മെസ്സേജ് വന്നിരിക്കുന്നു. ആ മെസ്സേജ് വായിച്ച് ഉണ്ണിക്കാണെങ്കിൽ കാര്യം പിടികിട്ടുന്നുണ്ട്. കണ്ണേട്ടനും മഹാലക്ഷ്മി ഏട്ടത്തിയും കൂടി ചേർന്ന് ബാക്കിയുള്ളവരെ പറ്റിക്കുവാണ്. നമ്മുടെ മുമ്പിൽ ശത്രുക്കളായിട്ട് അഭിനയിച്ചുകൊണ്ട് അയാൾ ഇപ്പോഴും അവരെ രഹസ്യമായിട്ട് വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയ ഉണ്ണിക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നു. എന്നാൽ അതേസമയം നമ്മുടെ മഹാലക്ഷ്മിയും അതുപോലെ ലേഖയും സംസാരിക്കുന്നു. ഉണ്ണി എന്ന് പറയുന്നവൻ നിസാരക്കാരനല്ല, അവൻ എന്തൊക്കെയോ സംശയം തോന്നിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം കണ്ണേട്ടൻ്റെ പിന്നാലെയാണ് അവൻ കുറേ ദിവസം കൊണ്ട് നടക്കുന്നതെന്ന് അനന്തുവേട്ടൻ്റോട് കണ്ണേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് ലേഖ പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, അല്ലേലും സ്വത്തിനും പണത്തിനും വേണ്ടി എന്ത് ചെയ്യാനും മടിക്കാത്ത ഒരു ദുഷ്ടനായി മാറുകയാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ രണ്ടാനച്ഛൻ്റെ തനി സ്വഭാവമായിട്ട് മാറുക ഉണ്ണിക്ക് എന്ന് പറയുന്ന സമയത്ത് ജോലിയും കൂലിയൊന്നും ഇല്ലാതെ ഇപ്പം കണ്ണേട്ടൻ്റെ പിന്നാലെ നടക്കുമല്ലേ. ശരിക്കും പറഞ്ഞാൽ ഇനിയിപ്പം മേഘനേക്കായും കൂടുതൽ പേടിക്കേണ്ടത് ഉണ്ണിയാണ് എന്ന് പറയുമ്പോൾ മഹിയാണെങ്കിൽ നന്നായിട്ട് പേടിക്കുന്നു. ഇങ്ങനെയൊക്കെ ആകുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ശരിക്കും ഞാൻ അവൻ്റെ ജോലി ഇല്ലാണ്ടാക്കില്ലായിരുന്നു. ഇതിലും ഭേദം അവൻ ആ സ്ഥാപനത്തിൽ ജോലിക്ക് പോകുന്നതായിരുന്നു. ഇങ്ങനെ ഞങ്ങളുടെ പിന്നാലെ ഞങ്ങളെ തന്നെ നോക്കി നടക്കില്ലായിരുന്നു എന്നൊക്കെ മഹി പറയുന്ന സമയത്ത് ലേഖ പറയുന്നു, ഇനിയിപ്പോൾ അവന് ജോലി കൊടുത്താൽ തന്നെ അവന് സംശയം കൂടത്തേ ഉള്ളൂ. എന്തായാലും നിങ്ങൾ പേടിക്കണ്ട, അവൻ്റെ പിന്നാലെ നമ്മുടെ മാർക്കോ ഉണ്ട്. അങ്ങനെ ഉണ്ണിയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു ചതി വരുവാണെന്നുണ്ടെങ്കിൽ ആ സമയം തന്നെ മാർക്കോ അതിനൊരു തിരിച്ചടി കൊടുത്തിരിക്കും.
ഇനിയിപ്പം പൂജ അലങ്കോലമാക്കാൻ മാർക്ക് കൃത്യസമയത്ത് അവിടെ എത്തിയത് എങ്ങനെയാണെന്നുള്ള സംശയത്തിലാണ് ഉണ്ണീന്നാ കണ്ണേട്ടനെ വിളിച്ചപ്പോൾ കണ്ണേട്ടൻ പറഞ്ഞത്. ഇനി അതിൻ്റെ പിന്നാലെ ആയിരിക്കുമോ ഉണ്ണി അന്വേഷണം കൊണ്ട് നടക്കുന്നേ എന്നാണ് എൻ്റെ പേടിയെന്ന് മഹിയും പറയുന്നു. അപ്പോൾ എന്താകുമെന്ന് കാത്തിരിക്കാം. ഉണ്ണിക്കാണെങ്കിൽ നന്നായിട്ട് സംശയം വരുന്നുണ്ട്. മഹേഷ് എന്തായാലും മഹാലക്ഷ്മിയാണെന്ന് വ്യക്തമായിട്ടും ഉറപ്പിക്കുന്നുണ്ട് ഉണ്ണി. എന്നാൽ ഈ കാര്യം ദുർഗയോടോ കരുണയോടോ പറഞ്ഞു കഴിഞ്ഞാൽ അവർ രണ്ടുപേരും വിശ്വസിക്കില്ല. വാമദേവൻ അമ്മാവൻ മാത്രമാണ് തൻ്റെ വാക്കിന് ഒരല്പമെങ്കിലും വില കൊടുക്കുന്നത്. അതുകൊണ്ട് ഈ സംശയം നേരെ അമ്മാവനോട് തന്നെ ഷെയർ ചെയ്യുന്നുണ്ട് ഉണ്ണി. അപ്പോൾ എന്താകുമെന്ന് കാത്തിരിക്കാം.